ശ്രീ ഷാബു പ്രസാദ് മിണ്ടാതിരിക്കണം, പറയിക്കരുത്. ശ്രീ ഷാബു പ്രസാദ് എന്നെ പഠിപ്പിക്കണ്ട. ഗാന്ധിജിയെ കൊന്നവർ എന്നെ കുറിച്ച് ഗാന്ധിജിയെ പഠിപ്പിക്കണ്ട. ഗാന്ധിജിയെ കൊന്നവരുടെ നിലയ്ക്ക് ഗാന്ധിജിയെ പഠിക്കേണ്ട ആവശ്യമില്ല. 24 ചാനലിലെ ചർച്ചയ്ക്കിടെ ത്രിവർണ പതാകയെ ചൊല്ലി പോലീസറും BJP നേതാവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നു. ഇരുവരും തങ്ങളുടെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചതോടെ ചർച്ച ചൂടുപിടിച്ചു. ദേശസ്നേഹവും ദേശീയ പതാകയോടുള്ള ബഹുമാനവും സംബന്ധിച്ച വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഏറ്റുമുട്ടലിന് കാരണമായത്. സംഭവം സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആ ചർച്ച നമുക്കൊന്ന് കാണാം. ഒരു കാര്യം കൂടെ, പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയാണ് ISI. പാകിസ്ഥാന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പേര് FIA എന്നാണ്. പലപ്പോഴും പാകിസ്ഥാനും അല്ലെങ്കിൽ മറുഭാഗത്ത് മുസ്ലിമും ഒക്കെ പറയുന്നത് ഒരു രക്ഷാകവചം നേടാനാണ്. അതിനപ്പുറം അതിന് അർത്ഥമില്ല എന്ന് നമുക്കെല്ലാം അറിയാം. അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. നേരത്തെ രാജു പി നായർ സാർ പറഞ്ഞതിനോടും എനിക്ക് ഒരു മറുപടി ഉള്ളത്, അങ്ങ് ഓർക്കേണ്ടത്, ഞാൻ പലപ്പോഴും ആലങ്കാരികമായി പറയാറുണ്ട്, രാജു പി നായർ സാർ ഇരിക്കുന്ന കസേരയിൽ ഇട്ടിരിക്കുന്ന ഒരു ടർക്കി ക്ലോത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതാണ് ഇന്ത്യയുടെ ഐഡിയോളജി. അതായത് നമ്മുടെ രാജ്യത്തിന്റെ കൊടി എന്ന് പറഞ്ഞാൽ ഈ കുങ്കുമവും വെള്ളയും പച്ചയും എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ഡിഫൈൻ ചെയ്യുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എന്നാണ്. 13/4/1921. ഈ ബാലൻസ് കോൺഗ്രസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞുള്ളൂ. കോൺഗ്രസിനെ വിമർശിച്ചതല്ല. ഈ ബാലൻസ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ സെന്റർ ടു റൈറ്റ് നിൽക്കുന്ന കൺസോൾട്ടേഷൻ മറുഭാഗത്തുണ്ട്. ത്രിവർണ്ണ പതാക ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഗാന്ധിജി തിരുത്തിയിട്ടില്ല. അതിനുശേഷം 1900 ഗാന്ധിജി തിരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഗാന്ധിജിയോട് വീണ്ടും ചോദിക്കുമ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്. അല്ല ഇനി ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ സമയമല്ലേ. അതായത് ഇല്ല, തിരുത്തിയിട്ടില്ല. 1946 ഗാന്ധിജിയോട് ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് എന്റെ രാജ്യത്തിലെ ഇല്ല, തിരുത്തിയിട്ടില്ല. ഞാൻ കൃത്യം മറുപടി ശരി, മറുപടി ഞാൻ ഡേറ്റ് വെച്ചല്ലേ പറയുന്നത്. മറുപടി പറയട്ടെ. ഞാൻ ഡേറ്റ് വെച്ചല്ലേ പറയുന്നത്. 13 ഞാൻ ഡേറ്റ് വെച്ചാണ് പറയുന്നത്, അല്ലാതെ ISI പോലത്തുള്ള തെള്ളല്ല. 13/4/1921 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, മറ്റു ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം. ഗാന്ധിജിയോട് 46 ചോദിക്കുന്നുണ്ട്. ഗാന്ധിജി അന്ന് പറയുന്നത് എന്റെ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ കൊടിയാണിത് എന്നാണ്. പിന്നെ തിരുത്താൻ ആഗ്രഹമുള്ള ഒരാൾ ഉണ്ടായിരുന്നു, ഗോഡ്സെ. ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് കാവ്യ പതാക മഹാത്മാഗാന്ധി ഇടപെട്ടാണ് ത്രിവർണ്ണ പതാകയാക്കിയതാണ്. അതാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിൽ ഒന്ന്. ഗാന്ധിജി 46 വരെ ഇങ്ങനെയാണ് പറഞ്ഞത്. ഗാന്ധിജി എന്റെ സുഹൃത്തെ 1931 ഈ കൊടി ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്റെ സമയമാണ്. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞോട്ടെ. ശ്രീ ഷാബു പ്രസാദ് മിസ്കോട്ട് ചെയ്യാൻ അങ്ങനെയല്ല. അങ്ങ് ഒന്നുകൂടെ വായിക്കണം. അങ്ങേക്ക് അറിവില്ലെങ്കിൽ കള്ളം പറയരുത്. നേരെ തിരിച്ചാണ്. അങ്ങനെയല്ല. ആദ്യം കാവ്യയും പച്ചയും മാത്രമാണ് ഗാന്ധിജി വെക്കുന്നത്. ദയവായി മണ്ടത്തരം പറയാതിരിക്കൂ. ആദ്യം കാവ്യയും പച്ചയും. ശ്രീ ഷാബു പ്രസാദ് മിണ്ടാതിരിക്കണം. ഒന്നാമത് മണ്ടത്തരം പറയരുത്. ചുമ്മാ പൊട്ടത്തരം വിളിച്ച് പറയരുത്. ബാക്കി ചരിത്രം അറിയാവുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയരുത്. ഗാന്ധിജി പറയുന്നത് ആദ്യം ബേസിക് കാര്യം പോലും അറിയില്ല. ഗാന്ധിജി പറയുന്നത് ആദ്യം കാവ്യയും പച്ചയും വന്നു, അതിനുശേഷമാണ് ഗാന്ധിജി പറയുന്നത്. നമ്മൾ രണ്ടും മാത്രമല്ല, ബാക്കി മതവിഭാഗങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ, നിങ്ങൾ മണ്ടത്തരം വിളിച്ച് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. ഞാൻ ബഹളം വെച്ച് കാണിക്കാം. ഇതിന്റെ അപ്പുറത്തെ ബഹളം എനിക്ക് വെക്കാൻ അറിയാം. ശ്രീ ഷാബു പ്രസാദ് അവസാനം വരെ മിണ്ടാതിരിക്കാൻ എനിക്കറിയാം. പറയിക്കരുത്. ശ്രീ ഷാബു പ്രസാദ് എന്നെ പഠിപ്പിക്കണ്ട. ഗാന്ധിജിയെ കൊന്നവർ എന്നെ കുറിച്ച് ഗാന്ധിജിയെ പഠിപ്പിക്കണ്ട. ഗാന്ധിജിയെ കൊന്നവരുടെ നിലയ്ക്ക് ഗാന്ധിജിയെ പഠിക്കേണ്ട ആവശ്യമില്ല. ഗാന്ധിജിയെ കൊന്നവരുടെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവർ എന്നെ ഗാന്ധിജിയെ കുറിച്ച് പഠിപ്പിക്കണ്ട. അതുകൊണ്ട് ഗാന്ധിജി കൃത്യമായി പറയുന്നത് ഇത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ആണെന്നാണ്. ഇന്നും നിങ്ങൾക്ക് പൊള്ളുന്ന എന്താ അറിയാമോ? ക്രിസ്ത്യാനിയെ മുസ്ലിമിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്നും ആ പച്ച മുസ്ലിം ആണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് മനസ്സിലെ വർഗീയതയാണ്. ഇന്നും ആ പച്ച മുസ്ലിമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് ഈ ത്രിവർണ്ണ പതാകയോടുള്ള ദേഷ്യം കൊണ്ടാണ്. ഈ ദേശീയ പതാകയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്കത് പച്ചയാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത്. ശ്രീ ഷാബു പ്രസാദ് ഇപ്പോഴും ബഹളം വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താ അറിയാമോ? ഷാബു പ്രസാദ് പറയുന്നത് മുഴുവൻ കള്ളമാണ്. നമ്മുടെ ത്രിവർണ്ണപതാകയാണ് നമ്മൾ നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന, നമ്മുടെ സമരമുഖങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ അഭിമാനമായ പ്രൗഢായ ത്രിവർണ്ണപതാകയാണ്. ആ ത്രിവർണ്ണപതാക ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. എന്റെ സമയമാണ്. ആ ത്രിവർണ്ണപതാക ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അല്ലെ ഷാബു രാഹുൽ പറഞ്ഞു പെട്ടെന്ന്
ഹാഷ്മി, ആ ത്രിവർണ്ണ പതാക ഇഷ്ടമില്ലാത്തവർ, അതിലെ പച്ചയും വെള്ളയും ഇഷ്ടമില്ലാത്തവർ ഇന്നും ത്രിവർണ്ണ പതാകയെ കുറിച്ച് കള്ളം പറയുന്നവരാണ്. അതായത് യഥാർത്ഥത്തിൽ ആ ത്രിവർണ്ണ പതാക പ്രതിനിധാനം ചെയ്യുന്ന മതസൗഹാർദ്ദം, ബഹുസ്വരത ഇന്നും ഇഷ്ടമില്ലാത്തവർ അതിനെക്കുറിച്ച് പച്ച കള്ളം പറയുകയാണ്. ഗാന്ധിജി 46-ൽ ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയുന്നുണ്ട്, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയാണ് ഞാൻ കാണിക്കുന്നത്, ഈ കൊടി വിഭാവനം ചെയ്തത്. ഗാന്ധിജി യഥാർത്ഥത്തിൽ കൃത്യമായി യങ് ഇന്ത്യയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇന്നും ആ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാൻ കഴിയാത്ത അതല്ല, ആ ത്രിവർണ്ണ പതാക അംഗീകരിക്കാൻ കഴിയാത്ത പ്രശ്നമല്ല, അത് വൈവിധ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. അത് ചില പ്രത്യയശാസ്ത്രങ്ങളുടെ ചരിത്രത്തിൽ ഉടനീളം